ശരിക്കും നമ്മുടെ ബിസിനസ്സിൽ എന്തിനും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഒരു AI നമ്മൾ ഉപയോഗിക്കണം. എല്ലാ ദിവസങ്ങളിലും ചെറുതോ വലുതോ പ്രധാനപ്പെട്ടതോ അല്ലാത്തതായിട്ടുള്ള പലതരത്തിലുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരാറുണ്ട്. ഇത്തരം തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളും പ്രശ്നങ്ങളും പരാജയങ്ങളും, അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്രത്തോളം വലിയ പെർഫോമൻസ് ആയില്ല, അത്രത്തോളം സക്സസിലോട്ട് എത്തിയില്ലല്ലോ എന്നുള്ള പരാതികളും ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വലിയ ബുദ്ധിപരമായിട്ടുള്ള മികച്ച തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് നമുക്ക് ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഒരു മനുഷ്യൻ എന്ന പോലെ പരിമിതിയിൽ നമുക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒറ്റയ്ക്ക് അത്ര വലിയ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം നമുക്ക് കണ്ടെത്താൻ കഴിയാറില്ല. നമ്മൾ എന്ത് ചെയ്യും? സമാന ചിന്താഗതിക്കാരായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അറിവും കഴിവും എക്സ്പീരിയൻസ് ഉള്ള കൂടുതൽ ആളുകൾ നമ്മൾ കൂടെ കൂട്ടും. ഒന്നെങ്കിൽ നമ്മൾ എംപ്ലോയീസ് ആവാം, അല്ലെങ്കിൽ നമ്മളെ പാർട്ട്നേഴ്സ് ആവാം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള മെന്റേഴ്സ് ആവാം. ഇത്തരം വലിയ തീരുമാനങ്ങളോടൊക്കെ പോകുമ്പോൾ അത്തരം ആളുകളോട് ചർച്ച ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുക. ചുരുക്കി പറഞ്ഞാൽ കുറേ ഹ്യൂമൻ ഇന്റലിജൻസിന്റെ സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നമുക്ക് മികച്ചൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല ബിസിനസിന്റെയും പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തീരുമാനം എടുക്കാൻ ഒന്നോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ചൊരു ടൂളാണ് കേട്ടോ ശരിക്കും AI എന്നുള്ളത്. കാരണം അവിടെ കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അറിവും കഴിവുമുള്ള, ഒരുപാട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം AI നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എങ്ങനെ ഇനി പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് കൂടെ ഓൾ ദ ബെസ്റ്റ്.